Back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSCന്റെ സിലബസ് ആണ് നോക്കുന്നത്. അപ്പോൾ പാർട്ട് എയിൽ വരുന്ന 3 മൊഡ്യൂളുകളാണ് ഏതൊക്കെ? റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അതിൽ തന്നെ വരുന്നതാണ് എന്ത്? ഹിസ്റ്ററി ആൻഡ് കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സബ്ജക്റ്റ്, correlation with other subjects and life situations, aims, objectives and values of teaching, taxonomy of educational objectives, old and revised, pedagogic analysis, need, significance and principles, planning of instruction at secondary level, need and importance, psychological basis of teaching the subject, implication of Piaget, Brunner, Gagne, Vygotsky, Ausubel and Gardner, individual differences, motivation, maxims of teaching, methods and strategies of teaching the subject, models of teaching, techniques of individualizing instruction, curriculum, definition, principle, modern trends and organizational approach, curriculum reforms, NCF, KCF, instructional resources, laboratory, library, club, museum, visual and audio visual aids, community based resources, e-resources, textbook, workbook and handbook, assessment, evaluation, concept, purpose, type, principle, modern techniques, CCE and grading, tools and techniques, quality of a good test, types of test items, evaluation of projects, assignments, seminar, achievement test, diagnostic test, construction, characteristics, interpretation and remediation, teacher, qualities and competencies, different roles, personal qualities, essential teaching skills, micro teaching, ആക്ഷൻ റിസർച്ച്. ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിന് പാർട്ട് എ എന്നാണ്. പാർട്ട് ബി ആണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. അതിൽ വരുന്ന മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അനിമൽ ഡൈവേഴ്സിറ്റിയാണ്. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയാണ്. അനിമൽ ഡൈവേഴ്സിറ്റിയിൽ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ്, അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ്, ആൻഡ് അമീബ, ഹിസ്റ്റോളിറ്റിക്ക, ട്രിഫനോസോംഫ, അതിൻ്റെയൊക്കെ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പാത്തോജനസിറ്റി, പ്രൊഫൈലറ്റിക് മെഷേഴ്സ്, ഈ അമീബേൻ്റെയും ട്രിഫനോസോമേൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്മോഡിയത്തിൻ്റെയും. പിന്നെ കിങ്ഡം അനിമേലിയ, അതിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഫൈലം നോൺ കോഡാറ്റ, ഫൈലം സീലൻഡ്രേറ്റ, പ്ലാറ്റി ഹെലിമിന്തസ്, നെമറ്റോഡ, അനലിഡ, അതിൽ ഓരോ കാര്യങ്ങളും എന്താണ് നോക്കണം, ഓരോ ഇതിൻ്റെയും ജനറൽ ക്യാരക്ടേഴ്സ്, പിന്നെ അതിൻ്റെ ട്യൂബുലേറിയ, ടെർമറ്റോഡ, സിസ്റ്റോഡ, അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അനലിഡ, ആർത്രോപോഡ, ഒനിക്കോഫോറ, മൊള്ളുസ്ക, പിന്നെ കോഡാറ്റയിൽ തന്നെ യൂറോകോഡാറ്റ, സെഫലോകോഡാറ്റ, വെർട്ടിബ്രേറ്റ, അഗ്നാത്ത, നാത്തോസ്റ്റോമാറ്റ, അതിൻ്റെയൊക്കെ ജനറൽ ക്യാരക്ടേഴ്സ്. തിസസ്, ടെട്രാപോഡ, റെപ്റ്റൈലിയ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ്, കോമൺ എക്സാമ്പിൾസ്, മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ്, മെമ്മേലിയ, അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്. അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റാണ്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 2-ൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജിയാണ്. ഫിസിയോളജിയിൽ ന്യൂട്രീഷൻ, ടൈപ്സ്, ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷണൽ ഡിസോർഡർ, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, റോൾ ഓഫ് ഫൈബേഴ്സ്, നെർവസ് ആൻഡ് ന്യൂറോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ. പിന്നെ സർക്കുലേഷനാണ് വരുന്നത്. സർക്കുലേഷനിൽ ബ്ലഡ്, അതിൻ്റെ കോമ്പോസിഷൻ, ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം, ആൻറ്റി കൊയാഗുലൻസ്, ഹാർട്ട് ബീറ്റ്, പേസ് മേക്കർ, കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്, ബ്ലഡ് പ്രഷർ, പൾസ്, കോമൺ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ECG, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി.
പിന്നെ റെസ്പിറേഷൻ ആണ്. അതിൽ gaseous exchange, respiratory pigmency, hemoglobin, transport of respiratory gases, regulation of respiration, respiratory disturbance, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ആസ്മ, അതൊക്കെയാണ് ഉള്ളത്. പിന്നെ എക്സ്ക്രീഷൻ, അതിൽ നെഫ്രോൺ സ്ട്രക്ചർ, യൂറിൻ ഫോർമേഷൻ, റോൾ ഓഫ് കിഡ്നി ഇൻ ഓസ്മോ റെഗുലേഷൻ, കമ്പോസിഷൻ ഓഫ് യൂറിൻ, abnormal constituents of urine, renal disorder, nephritis, hematuria, renal calculi, acidosis, alkalosis, dialysis. പിന്നെ മസിൽ ഫിസിയോളജിയാണ് വരുന്നത്. അതിൽ ടൈപ്പ് ഓഫ് മസിൽസ്, അൾട്രാ സ്ട്രക്ചർ ഓഫ് സ്ട്രൈറ്റഡ് മസിൽ ഫൈബർ, മസിൽ പ്രോട്ടീൻസ്, മസിൽ ട്വിച്ച്, all or none law, rigor mortis, physiological and biochemical changes in muscle contraction. പിന്നെ നെർവ് ഫിസിയോളജിയാണ് വരുന്നത്. അതിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ടൈപ്പ്, സിനാപ്സിസ് ടൈപ്പ്, നെർവ് ഇമ്പൾസ് പ്രൊപ്പഗേഷൻ, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, റിഫ്ലക്സ് ആക്ഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ, EEG, നെർവ് ഡിസോർഡർ, എപ്പിലെപ്സി, പാർക്കിൻസൺ, അൾഷിമേഴ്സ്. പിന്നെ എൻഡോക്രൈനോളജി, എൻഡോക്രൈൻ ഗ്ലാൻസ് മാനിലുള്ള, പിന്നെ ഹോർമോൺസ്, അതിൻ്റെ ഡിസോർഡേഴ്സ്, ഹോർമോണൽ ആക്ടിവിറ്റീൻ്റെ മെക്കാനിസം. ബയോകെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസും. പിന്നെ മെറ്റബോളിസത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഗ്ലൂക്കോജനസിസ്, ഗ്ലൈക്കജനോളിസിസ്, ഗ്ലൈക്കോളിസിസ്, ക്രാബ്സ് സൈക്കിള്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. പിന്നെ ലിപ്പിഡിൽ ബീറ്റ ഓക്സിഡേഷൻ, പ്രോട്ടീൻ ഡീഅമിനേഷൻ, ട്രാൻസമിനേഷൻ, യൂറിയ ഫോർമേഷൻ. എൻസൈം, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, ഫാക്ടർ എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ഐസോ എൻസൈം, കോ എൻസൈം ആൻഡ് എൻസൈം ഇൻഹിബിഷൻ ആൻഡ് ആക്ടിവേഷൻസ്. പിന്നെ ഡെവലപ്മെൻ്റൽ ബയോളജിയിൽ വരുന്നത് പ്രീ ഫോർമേഷൻ, എപ്പിജനസിസ്, റീക്യാപിറ്റുലേഷൻ ആൻഡ് ജേം പ്ലാസം, സ്പെർമറ്റോജനസിസ്, oogenesis, typical egg, sperm and type of eggs, fertilization, like agglutination, amphimixis, physiological and biochemical changes during and after fertilization, parthenogenesis, artificial parthenogenesis, Arnautoky, teleotoky, obligatory and facultative, significance of fertilization and parthenogenesis. In cleavage, types, morula, bastula, fate maps, gastrula, morphogenetic movements, concept of germ layers. Then cell differentiation, unipotency, pluri and totipotency, gene action, homeotic gene, Hox gene. പിന്നെ ഡെവലപ്മെൻറ്റിൽ വരുന്നത് മാൻ, ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി, പ്ലാസൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, ഫങ്ഷൻസ്. ടെറട്ടോളജിയിൽ വരുന്നത് ഡെഫിനിഷൻ, കോസസ് ഓഫ് ഇൻഫെക്ഷൻ, ഡ്രഗ്, കെമിക്കൽസ്, മെറ്റബോളിക് ഇംബാലൻസ്, അയണൈസിങ് റേഡിയേഷൻ, മാൽന്യൂട്രീഷൻ, ഓട്ടോ ഇമ്മ്യൂണൈസേഷൻ. എക്സ്പെരിമെൻ്റൽ എംബ്രയോളജിയിൽ സ്പീം ആൻഡ് constriction experiment, organizer and embryonic induction, IVF, embryo transfer in man, cloning experiment in animals, prenatal diagnosis, amniocentesis, chorionic villus sampling, ultrasound scanning, stem cell, embryonic and adult stem cell therapy. ഇനി മൊഡ്യൂൾ 3 വരുന്നത് സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, ജനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. അതിൽ സെൽ ബയോളജിയിൽ ഡെവലപ്മെൻറ്റ്, സ്കോപ്പ്, സെൽ തിയറി ആൻഡ് മോഡേൺ വേർഷൻ. പിന്നെ ടൈപ്പ് ഓഫ് സെല്ല്, പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക്, പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, പ്ലാസ്മ മെംബ്രെയിൻ മോഡൽ, ഫ്ലൂയിഡ് മൊസൈക്ക്
മോഡൽ, അതിൻ്റെ ഫങ്ഷൻ, മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, സെൽ കമ്മ്യൂണിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ സെൽ ഓർഗനൈസ്, അതിലെ ന്യൂക്ലിയസ്, അതിൻ്റെ സ്ട്രക്ചർ, ഇൻ്റർഫേസ്, ന്യൂക്ലിയർ എൻവലപ്പ്, അതിൻ്റെ ഫങ്ഷൻസ്, ന്യൂക്ലിയോലസ്, അതിൻ്റെ സ്ട്രക്ചർ, ന്യൂക്ലിയോലാർ ഓർഗനൈസേഷനും ഫങ്ഷൻസ്, മൈറ്റോകോൺട്രിയ, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ടൈപ്സ്. പിന്നെ ലൈസോസോംസ്, അതിൽ മോർഫോളജി, പോളിമോർഫിസം, ഫങ്ഷൻ. പിന്നെ റൈബോസോംസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സബ് യൂണിറ്റ്സ്, ഫങ്ഷന്. സെൻട്രിയോൾസ്, അതിൻ്റെ ആൻഡ് ബേസൽ ബോഡീസ്, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും. മൈക്രോ ബോഡീസിൽ പെറോക്സിസോം, ഗ്ലയോക്സിസോം, ഫങ്ഷൻസ്. പിന്നെ സെൽ ഡിവിഷൻ. ഇനി മോളിക്കുലാർ ബയോളജിയിൽ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി, 1 gene 1 enzyme, 1 gene 1 polypeptide ഹൈപ്പോത്തിസിസ്, ജനറ്റിക് കോഡ്, വോബിൾ ഹൈപ്പോത്തിസിസ്, കോൺട്രിബ്യൂഷൻ ഓഫ് ഗൊറോണ, നിറംബർഗ് അസോസിയേറ്റ്സ്, RNA പോളിമറൈസ്, ചാപ്രോൺസ്, പ്രോട്ടീൻ സിന്തസിസ്, ജീൻ റെഗുലേഷൻ, ഒപ്പാരൻ കൺസെപ്റ്റ്, ലാക്ക് ആൻഡ് ട്രിപ്പോപ്പാരൻ, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ, ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ ആൻഡ് ട്രാൻസ്ഡക്ഷൻ. പിന്നെ ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി, അതിൽ ഹ്യൂമൻ ജെനറ്റിക്സ്, കാരിയോടൈപ്പിംഗ്, പെഡിഗ്രി അനാലിസിസ്, ക്രോമസോമൽ അനോമലീസ് ഇൻ മാന്, അതിൽ ഓട്ടോസോമൽ ഡൗൺ സിൻഡ്രോം, എഡ്വാർഡ് സിൻഡ്രോം, അല്ലോസോമൽ ടേണർ സിൻഡ്രോം, ക്ലിൻഫിൽറ്റർ സിൻഡ്രോം. ബയോകെമിക്കൽ ജെനറ്റിക്സിൽ ഡിസോർഡേഴ്സ്, ഫിനൈൽകീറ്റോണൂറിയ, ആൽക്കപ്റ്റോണൂറിയ, ആൽബിനിസം, ട്രയോസിനോസിസ്. പിന്നെ ബയോടെക്നോളജിയിൽ സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി, റീകോമ്പിനന്റ് DNA ടെക്നോളജി, ടെക്നിക്സ് ഇൻ ജീൻ ക്ലോണിങ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ലിഗേസ്, മേജർ സ്റ്റെപ്സ് ഇൻ കട്ടിംഗ് ആൻഡ് ജോയിനിങ് ഓഫ് DNA പ്രോബ്സ്, ലിങ്കേഴ്സ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ്, സദേൺ, നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്, ജീനോമിക് ലൈബ്രറി, cDNA ലൈബ്രറി, PCR, DNA സീക്വൻസിങ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഹൈബ്രിഡോമ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ട്രാൻസ്ജീനിക് ഓർഗാനിസംസ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മെഡിസിനിൽ, അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രി, പൊല്യൂഷൻ കൺട്രോൾ, ഫോറൻസിക്, ജുഡീഷ്യറി, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഓഫ് ബയോടെക്നോളജി. ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജിയിൽ ഇമ്മ്യൂണിറ്റി ഡെഫിനിഷൻ, ടൈപ്പ്, പ്രൈമറി, സെക്കൻഡറി, ഇമ്മ്യൂണോജൻസിൽ ആൻറ്റിജൻ ഡെഫിനിഷൻ, ടൈപ്സ്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ, ഇമ്മ്യൂൺ റെസ്പോൺസ്, അലർജി ക്ലാസിഫിക്കേഷൻ, എയ്ഡ്സ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി, വാക്സിൻസ്. മൈക്രോബയോളജി, സർവേ ഓഫ് മൈക്രോബ്സ്, വൈറസസ്, പ്രിയോൺസ്, വൈറോയിഡ്സ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. അപ്ലൈഡ് മൈക്രോബയോളജി ഇൻ വേരിയസ് ഫീൽഡ്സ്, മൈക്രോബിയൽ ഡിസീസ് ഇൻ മാൻ. ഇനി മൊഡ്യൂൾ 4 വരുന്നത് എക്കോളജി, എത്തോളജി, എവല്യൂഷൻ ആൻഡ് സൂ ജിയോഗ്രഫിയാണ്. അതിൽ എക്കോളജിയിൽ പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ, എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഫ്ലക്ച്വേഷൻസ്. കമ്മ്യൂണിറ്റി എക്കോളജിയിൽ ഡെഫിനിഷനും സ്പീഷീസ് ഡൈവേഴ്സിറ്റി. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ ത്രട്ടൻഡ് സ്പീഷീസ്, റെഡ് ഡാറ്റ ബുക്ക്, IUCN, WWF, സൈറ്റ്സ്, ഗ്രീൻ പീസ്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ഫോറസ്റ്റ് ഇൻ ഇന്ത്യ, ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രോവ്സ്, ഹോട്ട്സ്പോട്ട്സ്, എക്കോസിസ്റ്റം, കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എത്തോളജിയിൽ മോട്ടിവേഷൻ ലേണിംഗ് ടൈപ്പ്, സോഷ്യോ ബയോളജി, ഫെറമോൺസ്, ഹ്യൂമൻ ഫെറമോൺസ്. എവല്യൂഷനിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഫോസിൽ ഡേറ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് ലോ, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, സ്പീസിയേഷൻ, സിംപാട്രിക് ആൻഡ് അലോപാട്രിക്, അഡാപ്റ്റീവ് റേഡിയേഷൻ. സൂ ജിയോഗ്രഫിയിൽ
animal distribution, different types, factors affecting distribution, zoogeographical realms, brief account of each realm, biogeographical classification of India, Eastern and Western Ghats. പിന്നെ മൊഡ്യൂൾ 5 മൈക്രോബയോളജിയാണ് വരുന്നത്. ബാക്ടീരിയൻ്റെ അൾട്രാസ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ, ഫുഡ് പ്രിസർവേഷൻ ആൻഡ് സ്പോയിലേജ്, ബയോപെസ്റ്റിസൈഡ്സ്, ബയോഫർട്ടിലൈസേഴ്സ്, സ്വീയേജ് ട്രീറ്റ്മെൻറ്റ്, നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് സിംബയോസിസ്, സ്റ്റെയിനിങ് പ്രിൻസിപ്പൾസ്, വൈറസിൻ്റെ സ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, DNA വൈറസ്, RNA വൈറസ്, ബാക്ടീരിയോഫേജ്, HIV, TMB. മൈക്കോളജി ആൻഡ് ലൈക്കണോളജിയിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, ഹെട്രോതാലിസം, പാരാസെക്ഷുവാലിറ്റി, distinguishing characters of different classes of fungi representing the following genera: Masticomycotina, Zygomycotina, Ascomycotina, Pseudomycotina, and Deuteriomycotina. Economic importance of fungi. Lichens and economical and ecological importance. Crustose in the habit of crustose, foliose and fruticose lichens, homomerous and heteromerous. General account and economic importance, structure, reproduction and life cycle of Asnia. Plant pathology il varunathu principles of plant pathology, biotic and abiotic agents, causes of plant disease, classification of plant disease on the basis of causative organism and symptom, transmission and spread of disease, quarantine regulation, disease control measures, study of following diseases, causal agents, symptoms, etiology and control measures, Stoppiaca mosaic disease, citrus canker and blast of paddy. Bryology structure, reproduction, life cycle of following types: Hepatocopsida, Rixia, Ceratopsida, Anthoceros, Bryopsida, Funaria. Economical importance of Bryophytes. Pteridophytes structure, reproduction, life cycle, affinity of following types: Xylotum, Xylopsida, Selaginella, Lycopsida, Equisetum, Sphenopsida, and Marsilia, Pteropsida. Heterospory and seed habit, affinity of pteridophyte with bryophytes and gymnosperms. Economic importance of pteridophytes, biofertilizer. Any gymnosperm ആണ് അടുത്തത്. ജിംനോസ്പെർമിൽ external and internal structure, reproduction and life cycle of following gymnosperm: Cycus, Pinus, Neatum. പിന്നെ origin and evolution of gymnosperms and their affinities with the pteridophytes and angiosperm. Economic importance of gymnosperm. പിന്നെ paleobotany, objectives of paleobotany, geological time scale, method of fossilization, fossil pteridophyte, Rhynia. Module 6 morphology, description of various type of leaves, stem, inflorescence, racemose, cymose, mixed type, fruit, simple, multiple aggregate, placentation, axial, marginal, free central, seed and seed dispersal. പിന്നെ systematics objectives and importance of systematic, അതിൽ system of classification, artificial, Linnaeus in artificial classification, Bentham and Hooker's in natural classification, phylogenetic classification, Igler and Pandal. Detailed study of Bentham and Hooker classification, principles and rules of plant nomenclature, ICBN. Taxonomic structure, taxonomic structure hierarchical concept, types, species, genus, family. Recent trends in taxonomy: cytotaxonomy, chemotaxonomy, numerical taxonomy, molecular taxonomy, taxonomic information resources, herbaria, botanical gardens, BSI,
taxonomic literature, floras, manuals, monographs, study of the following families: Anonaceae, Malvaceae, Rutaceae, Leguminosae, Cucurbitaceae, Rubiaceae, Astraceae, Apocynaceae, Solanaceae, Acanthaceae, Lamiaceae, Euphorbiaceae, Liliaceae, Orchidaceae and Poaceae. പിന്നെ വരുന്നത് എക്കണോമിക് ബോട്ടണിയാണ്. അവിടെ ബൊട്ടാണിക്കൽ നെയിംസ്, ഫാമിലി, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ടാണ്. അതിൽ സീരിയൽസ്, പൾസസ്, ഷുഗർ, സ്പൈസസ്, ട്യൂബർ, ഫൈബർ, ലാക്ടെക്സ്, ബിവറേജസ്, മെഡിസിനൽ, അത്രയാണുള്ള. പിന്നെ അനാട്ടമിയിൽ പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ നോൺ ലിവിങ് ഇൻക്ലൂഷൻസ്, സിസ്റ്റോളിത്ത്, റാഫിഡ്, അലറോൺ ഗ്രെയിൻ, സ്റ്റാർച്ച് ഗ്രെയിൻ, ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനൻറ്റ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ, റൂട്ട് ആൻഡ് ഷൂട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് റൂട്ട്, സ്റ്റെം, മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട്, അനാട്ടമി ഓഫ് മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് ലീഫ്, സ്റ്റൊമാറ്റ അതിൻ്റെ സ്ട്രക്ചർ, നോഡൽ അനാട്ടമി, സെക്കൻഡറി വുഡിൻ്റെ സ്ട്രക്ചർ, ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡം, ലെൻറ്റിസെൽസ് ആൻഡ് ആനുവൽ റിങ്സ്, അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്, ബൊറാവിയ, ബിഗ്നോണിയ ആൻഡ് ഡ്രസീന. എംബ്രയോളജിയിൽ മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, ടൈപ്പ് ഓഫ് ഓവ്യൂൾസ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് എൻഡോസ്പേം ഫോർമേഷൻ, ന്യൂസെല്ലാർ, ന്യൂക്ലിയർ, സെല്ലുലാർ, ഹീലോബിയൽ, എംബ്രയോ, ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രയോ, പോളി എംബ്രയോണി, എപ്പോമിക്സിസ്, അപ്പോസ്പോറി ആൻഡ് പാർത്തനോകാർപ്പി. പിന്നെ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ പ്ലാന്റ് ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ്, ബ്രീഡിംഗ് ടെക്നിക്സ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് അക്ലിമറ്റൈസേഷൻ, selection, hybridization, heterosis and inbreeding depression, polyploidy breeding, mutation breeding, plant propagation methods, cutting, budding, grafting and layering, water in relation. പിന്നെ വരുന്നത് മൊഡ്യൂൾ 7 ആണ്, പ്ലാന്റ് ഫിസിയോളജി. അതിൽ വാട്ടർ ഇൻ റിലേഷൻ ടു പ്ലാന്റ്സ്, വാട്ടർ പൊട്ടൻഷ്യൽ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, DPD, erger pressure, osmotic pressure, exosmosis, endosmosis, plasmolysis, transpiration mechanism, of guard cell movement, role of potassium ions, antitransparence, a mechanism of water absorption, passive and active, translocation of water, transpiration pull, water stress and physiological consequences. Mineral nutrition, essential and non-essential elements, and roles development, mechanism of mineral absorption, active, passive, facilitated, photosynthesis, chloroplast as photosynthetic apparatus, light phase, cyclic and non-cyclic, photophosphorylation, dark reaction, C3, C4 and CAMP pathways, photorespirations, translocation of photosynthetes, phloem transporter, phloem loading and unloading, growth and development, concept for hormone and growth regulators. On plant, hormone and their action, auxin, gibberellic acid, cytokinin, abscisic acid, ethylene, photoperiodism, vernalization, photomorphogenesis, phototropism, gravitropism, nictinastic, seismonastic movement. പിന്നെ മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, അതിൽ നൈട്രജൻ ഫിക്സേഷൻ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, ബയോകെമിസ്ട്രി ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ജെനറ്റിക്സ്, ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്, റിഡക്റ്റീവ് അമിനേഷൻ ആൻഡ് ട്രാൻസമിനേഷൻ, GAT pathway,
oxidation of fatty acid, alpha and beta oxidation of fatty acid, cellular respiration of protein. പിന്നെ സെൽ ബയോളജിയിൽ ക്രോമസോമിൻ്റെ മോർഫോളജി, ടെലോമിയർ, സാറ്റലൈറ്റ്, primary and secondary constrictions, nuclear organization, chromosome banding, heterochromatic and euchromatic nucleosomes, polytene and Lambert's chromosomal aberration. ഇത് ഏകദേശം നമ്മുടെ ആ ഒരു ഡിഗ്രിയുടെ സിലബസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള സിലബസ് തന്നെയാണ്. സെൽ സൈക്കിൾ, മൈറ്റോസിസ്, മിയോസിസ്, സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. പിന്നെ ജനറ്റിക്സിൽ മെൻഡൽസിൻ്റെ എക്സ്പെരിമെൻറ്റ്, മെൻഡലിയൻ ലോസ്, മോണോഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ്, ക്രോസുകൾ, ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ്, മോഡിഫൈഡ് മെൻഡലിയൻ റേഷ്യോസ്, എപ്പിസ്റ്റാസിസ്, കോംപ്ലിമെൻ്ററി ജീൻസ്, ഇൻഹിബിറ്ററി ജീൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. പിന്നെ മൾട്ടിപ്പിൾ അല്ലേൽസ്, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, അതിന് 2 പോയിൻറ്റും 3 പോയിൻറ്റും. പിന്നെ ലിങ്കേജ് മാപ്സ്, ഇൻ്റർഫറൻസ് ആൻഡ് കോ ഇൻസിഡൻസ്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, അതിൽ എക്സസ് ടൈപ്പ്, XX, XY ടൈപ്പ്, XX, X0 ടൈപ്പ്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, പ്ലാൻസ്, ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്, സെക്സ് ലിമിറ്റഡ് ആൻഡ് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രെയ്റ്റ്സ്, എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്, പ്ലാസ്റ്റിക് ഇൻഹെറിറ്റൻസ് ഇൻ മിറാബിലിസ്. പിന്നെ മ്യൂട്ടേഷൻ, അതിൻ്റെ ടൈപ്സ്, കാര്യങ്ങൾ. പിന്നെ ന്യൂക്ലിക് ആസിഡ്സ്, പിന്നെ DNA replication, enzymology and of DNA replication. പിന്നെ എവല്യൂഷൻ്റെ ടോപ്പിക്സ് ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റിലേക്ക് എൻവിറോൺമെൻറ്റൽ ബയോളജി, അതിൻ്റെ ഇൻട്രൊഡക്ഷനും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, സ്കോപ്പ്, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അബയോട്ടിക് ഫാക്ടേഴ്സ്, എഡാഫിക് ഫാക്ടേഴ്സ്, ബയോട്ടിക് ഫാക്ടേഴ്സ്, ജിയോകെമിക്കൽ സൈക്കിള്, എക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ് ആണ് പിന്നെ വരുന്നത്. അതിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, ചിപ്കോ മൂവ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നതിലുള്ളത്. പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, അതിൽ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്, എൻവിറോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, ഹ്യൂമൻ റൈറ്റ്, എക്കോളജിക്കൽ ക്രൈസിസ്, പിന്നെ വേൾഡ് എർത്ത് സമ്മിറ്റ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, അതിൽ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ വരുന്നത്. പിന്നെ ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി, അതിൽ ടിഷ്യൂ കൾച്ചർ, അതിൻ്റെ ടോട്ടിപ്പൊട്ടൻസി, ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി, MS മീഡിയം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ റീകോമിനൻ്റ് DNA ആൻഡ് മോളിക്കുലർ ക്ലോണിങ്, അതിൽ ക്ലോണിങ് വെക്ടേഴ്സ്, ജെയിൻ ട്രാൻസ്ഫർ ടെക്നിക്സ്. പിന്നെ ബയോടെക്നോളജി ആൻഡ് ബയോ എത്തിക്സ്, GMO, ഫുഡ് സേഫ്റ്റി, എൻവിറോൺമെൻറ്റൽ ആൻഡ് ബയോസേഫ്റ്റി ഇഷ്യൂസ്. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് വരുന്നത്. അതിൽ മേജർ ഡാറ്റാബേസ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്, ഡാറ്റാബേസ് സെർച്ച് എൻജിൻസ്, പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ്, ഹോമോലോഗി, മോഡലിംഗ് ഓഫ് പ്രോട്ടീന്, മൈക്രോ അറേയ്സ്, മൈക്രോ ടെക്നിക്സ്, ബയോസ്റ്റാറ്റിയിൽ പിന്നെ സെൻട്രൽ ടെൻഡൻസി, അതായത് മീനും മീഡിയൻ മോഡ്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, കോറിലേഷൻ, റിഗ്രഷൻ, അനോവ. പിന്നെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്, ഡാറ്റ കളക്ഷൻ, റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഒബ്സർവേഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ്, ഹ്യൂമൻ ആൻഡ് മെഷീൻ ഒബ്സർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കുറച്ച് വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ പാർട്ട് ബിയിൽ വരുന്നത്. അത്യാവശ്യം പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ജലദോഷം വന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം.
ബൈ.